വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് ഡിസംബർ 9, 11 തീയതികളിൽ. വോട്ടെണ്ണൽ ഡിസംബർ 13-ന്. വനം DFO ഓഫീസിന് സമീപത്തെ മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി ആദിവാസി യുവാക്കൾ. പ്രളയത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി പതിച്ചു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ആത്മഹത്യാ ഭീഷണി. രാജ്യത്തിന് തന്നെ മാതൃകയായ ജനക്ഷേമ പദ്ധതികളിലൂടെ UDF കൊണ്ടുവന്ന നിലമ്പൂർ മോഡൽ വികസനം അട്ടിമറിച്ച നഗരസഭയിലെ ജനവിരുദ്ധ ഭരണം മാറണമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. അഞ്ചു വർഷത്തെ ഭരണ നേട്ടങ്ങൾ നിരത്തി നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം. UDF-ന്റെ കുറ്റവിചാരണ യാത്ര നനഞ്ഞ പടക്കമെന്നും മാട്ടുമ്മൽ സലീം. നഗരസഭയുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് വോട്ട് ബഹിഷ്കരിക്കുന്നു. നിലമ്പൂർ നഗരസഭയിലെ തോണിപ്പൊയിൽ 22 ഡിവിഷനിലെ ഗ്രീൻ വാലി പ്രദേശത്തെ കുടുംബങ്ങളാണ് വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് ഡിസംബർ 9, 11 തീയതികളിൽ. വോട്ടെണ്ണൽ ഡിസംബർ 13-ന്. മാതൃകാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇന്നു മുതൽ നിലവിൽ വന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായി. പോളിംഗ് ഡിസംബർ 9-ന് ആദ്യഘട്ടം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം. ഡിസംബർ 11-ന് രണ്ടാം ഘട്ടം തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. വോട്ടെണ്ണൽ ഡിസംബർ 13-ന് രാവിലെ 8 മണി മുതൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനവും ഭരണാധികാരി പുറപ്പെടുവിക്കുന്ന തെരഞ്ഞെടുപ്പ് നോട്ടീസ് പരസ്യപ്പെടുത്തലും നവംബർ 14-ന്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം 2025 നവംബർ 21-നും സൂക്ഷ്മ പരിശോധന നവംബർ 22-നും നടക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ നവംബർ 24-ന്. തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അവസാനിപ്പിക്കേണ്ട തീയതി ഡിസംബർ 18. വനം DFO ഓഫീസിന് സമീപത്തെ മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി ആദിവാസി യുവാക്കൾ. പ്രളയത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി പതിച്ചു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ആത്മഹത്യാ ഭീഷണി. ഹലോ, പറടാ. ഏതുണ്ട്? പരമ്പരാഗതമായി വനത്തിനകത്ത് താമസിക്കുന്ന ഒരു കാട്ടുനായക്ക സമുദായത്തിൽപ്പെട്ട ആളാണ് ഞങ്ങൾ. 2019 പ്രളയത്തിന് ശേഷം വനാവകാശത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കുകയും അപേക്ഷ കൊടുത്തിട്ട് സ്വീകരിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ഞങ്ങൾക്ക് ഉത്തരവ് അനുകൂല വിധി വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഭൂമിയൊന്നും ലഭിക്കാത്തതിനാൽ ഞങ്ങൾ പിന്നെയും പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ 18 കുടുംബത്തിൻ്റെ രേഖയാണ് ഇപ്പോൾ DFO ഒപ്പിട്ട് തന്നിട്ടുള്ളത്. അതിനുശേഷം ഒരു കുടുംബത്തിൻ്റെ പോലും ഒപ്പിടാതെ വെച്ച് നീട്ടിക്കൊണ്ട് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മായി ബന്ധപ്പെട്ട് ഒരു 3 മാസം മുമ്പ് ഞങ്ങളൊരു പ്രതിഷേധം ധർണയൊക്കെ നടത്തി. അതിനും പരിഹാരമായിട്ടില്ല. അന്നും ഞങ്ങൾക്കൊരു കടലാസാണ് ഒപ്പിട്ട് തന്നിട്ടുള്ളത്, ഒരു വെള്ള പേപ്പറിൽ. എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാം എന്നുള്ളത് വാഗ്ദാനങ്ങൾ മാത്രമാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരും കൂടി ഒപ്പിട്ട് കിട്ടണം, ഞങ്ങൾക്ക് സുഖമായിട്ട് വീട് വെച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ്. കരുളായി വനത്തിലെ മുണ്ടക്കടവ് നഗറിലെ ബാബുരാജ്, വിനീത് എന്നിവരാണ് നിലമ്പൂർ സൌത്ത് DFO ഓഫീസ് കോമ്പൌണ്ടിലെ പാലമരത്തിൽ കയറിയത്. പോലീസും വനപാലകരും താഴെ ഇറക്കുവാനുള്ള ശ്രമം തുടരുകയാണ്. പ്രളയത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വനാവകാശ നിയമപ്രകാരം
ഭൂമി പതിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി ചർച്ച നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഡിഎഫ്ഒയുമായി ചർച്ച ചെയ്യുവാൻ ഇന്ന് ഉച്ചയോടെ ഡിഎഫ്ഒ ഓഫീസിലെത്തിയതായിരുന്നു നഗർ നിവാസികൾ. ചർച്ചയിൽ അനുകൂല തീരുമാനം ആവാത്തതിനെ തുടർന്നാണ് രണ്ടുപേർ മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. രാജ്യത്തിന് തന്നെ മാതൃകയായ ജനക്ഷേമ പദ്ധതികളിലൂടെ UDF കൊണ്ടുവന്ന നിലമ്പൂർ മോഡൽ വികസനം അട്ടിമറിച്ച നഗരസഭയിലെ ജനവിരുദ്ധ ഭരണം മാറണമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. നിലമ്പൂർ നഗരസഭയിലെ ഇടതുമുന്നണി ഭരണസമിതിയുടെ വികസന മുരടിപ്പിനും കമ്മീഷൻ ഭരണത്തിനുമെതിരെ UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ കുറ്റവിചാരണ യാത്ര മുമ്മുളി CH നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. രാജ്യത്തിന് തന്നെ മാതൃകയായ ജനക്ഷേമ പദ്ധതികളിലൂടെ UDF കൊണ്ടുവന്ന നിലമ്പൂർ മോഡൽ വികസനം അട്ടിമറിച്ച നഗരസഭയിലെ ജനവിരുദ്ധ ഭരണം മാറണമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. നിലമ്പൂർ നഗരസഭയിലെ ഇടതുമുന്നണി ഭരണസമിതിയുടെ വികസന മുരടിപ്പിനും കമ്മീഷൻ ഭരണത്തിനുമെതിരെ UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ കുറ്റവിചാരണ യാത്ര മുമ്മുളി CH നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. നിങ്ങൾക്ക് കണ്ണട തരാൻ, നിങ്ങളെ ചികിത്സിക്കാൻ, എല്ലാത്തിനും മുന്നോട്ട് വന്നിരുന്ന നിങ്ങളുടെ മക്കളെ, പേരമക്കളെ പഠിപ്പിക്കാൻ, മക്കളെ പഠിപ്പിക്കാൻ ഒക്കെ നിരവധി പദ്ധതികളുമായി മുന്നോട്ട് വന്നൊരു നഗരസഭയുണ്ടായിരുന്നു. അതുമാത്രമല്ല ഇവിടെ ഈ CH നഗറിൽ അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും വീട് കൊടുത്ത ഒരു കാലമുണ്ടായിരുന്നു. എന്തിനേറെ ഈ അംഗനവാടി നമ്മുടെ ഭരണകാലത്തുണ്ടാക്കിയതാണ്. നിങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. അന്ന് നിങ്ങൾക്ക് വൈദ്യുതിയില്ല, വൈദ്യുതി എത്തിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. ഈ റോഡില്ലാത്ത സമയത്ത് ഈ റോഡുണ്ടാക്കി തന്നത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. ഞങ്ങളാണ് ഉണ്ടാക്കി തന്നത്. നിലമ്പൂരിന്റെ വികസന പദ്ധതികളാണ് അക്കാലത്ത് ചർച്ചയായിരുന്നതെങ്കിൽ ഇപ്പോൾ അഴിമതിയുടെയും കമ്മീഷന്റെയും കണക്കുകളാണ് പുറത്തുവരുന്നത്. ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവർ പോലും ഈ ഭരണം മാറണമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും MLA വ്യക്തമാക്കി. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇഖ്ബാൽ മുണ്ടേരി മുഖ്യപ്രഭാഷണം നടത്തി. ജാഥ ക്യാപ്റ്റൻ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് അധ്യക്ഷം വഹിച്ചു. VA കരീം, A ഗോപിനാഥ്, ജാഥ വൈസ് ക്യാപ്റ്റന്മാരായ കുമ്മഞ്ചേരി നാണിക്കുട്ടി, അഡ്വക്കേറ്റ് ഷെറി ജോർജ്, കോർഡിനേറ്റർ MK ബാലകൃഷ്ണൻ, PK ഉമ്മർ, PT റൂൺസ്കർ, പൂളക്കൽ അബ്ദുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ നിരത്തി നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം. UDFന്റെ കുറ്റവിചാരണ യാത്ര നനഞ്ഞ പടക്കമെന്നും മാട്ടുമ്മൽ സലീം. ഭരണസമിതിക്കെതിരെ UDF ഉന്നയിച്ച ഒരാരോപണം പോലും തെളിയിക്കാനായില്ല. നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് UDF അംഗങ്ങൾ സ്വീകരിച്ചതെന്നും നഗരസഭാ അധ്യക്ഷൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ കഴിഞ്ഞ 5 വർഷം നമുക്കറിയാം, മുനിസിപ്പാലിറ്റി 15ാം വർഷത്തിലേക്ക് കടക്കും. 15 വർഷം കഴിഞ്ഞ് 16ാം വർഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഏകദേശം ഒരു 10-25 വർഷക്കാലം പഞ്ചായത്തായതും UDF ആണ് ഭരിച്ചത്. ഈ കഴിഞ്ഞ 10 വർഷം മുനിസിപ്പാലിറ്റി UDF ആണ് ഭരിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഈ 5 വർഷം പൂർത്തിയാക്കിയത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ തെളിവുകളാണ് ഞങ്ങൾ നിങ്ങളോട് മുമ്പ് പറയുന്നത്. ഈ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കോവിഡിൻ്റെ ഏറ്റവും രൂക്ഷ സമയത്താണ് ഞങ്ങൾ അധികാരത്തിൽ വരുന്നത്. നമ്മുടെ കൗൺസിലർമാർ PP കിറ്റ് ധരിച്ചുകൊണ്ടാണ് നമ്മുടെ സത്യപ്രതിജ്ഞയ്ക്ക് വരുന്നത്. അതിനു മുമ്പത്തെ കോവിഡിനെ UDF പ്രതിരോധിച്ച സമയം നമുക്കറിയാം. ഏകദേശം ഒരു പാരാസിറ്റാമോളോ മറ്റോ കുടിച്ചൊരു 15 ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയ അയാൾ കോവിഡ് മാറും. പക്ഷേ രണ്ടാമത്തെ വേവ് എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഓക്സിജൻ നഷ്ടപ്പെട്ട് അദ്ദേഹം മരണത്തിലേക്ക് പോകുന്നു. ആദ്യമായി കേരളത്തിൽ ഒരു പ്രൈവറ്റ് ആശുപത്രി വാടകയ്ക്കെടുത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് ഇറങ്ങിയ മുന്നണിയാണ് ഞങ്ങൾ. അതിനെതിരെ അന്ന് വിയോജനക്കുറിപ്പ് എഴുതിയ ആളുകളാണ് ഇപ്പോൾ ഈ കുറ്റവിചാരണ എന്ന് പറയുന്നത് വരുന്നത്. അത് ജനങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നമ്മളെടുത്തൊരു എഫേർട്ടിൽ അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ വാക്സിനേഷൻ ചലഞ്ച് നടത്തിയത് മുനിസിപ്പാലിറ്റി. അതിനെതിരെ മാട്ടുമ്മൽ സലീമും കൂട്ടനും കോവിഡ് വ്യാപനം വർദ്ധിപ്പിക്കുന്നു, സ്കൂളുകളിൽ ആളെ കൂട്ടിയിട്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് നമ്മൾ സധൈര്യം മുന്നോട്ട് പോയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മലപ്പുറം ജില്ലയിൽ ആദ്യമായി 100% വാക്സിനേഷൻ ചെയ്ത മുനിസിപ്പാലിറ്റിയായിട്ട് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച മുനിസിപ്പാലിറ്റിയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി. ഈ പ്രതിപക്ഷത്തെ ഈ 5 വർഷം നിങ്ങൾ ഈ നിലമ്പൂരിലെ പത്രപ്രവർത്തകരാണ്, ഏതെങ്കിലും ഒരു പരിപാടി ഇപ്പം ഭരണം പ്രതിപക്ഷം ഒക്കെ ഉണ്ടാവും, നമ്മൾ തമ്മിൽ വിയോജിപ്പുകൾ ഉണ്ടാവും.
ഞങ്ങളുടെ നിലപാടും അവരുടെ നിലപാടും വ്യത്യസ്തമുണ്ടാകും. അതുകൊണ്ടാണ് രണ്ട് മുന്നണികളാകുന്നത്. എന്നാൽ ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങളിൽ എതിർപ്പുകൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൗൺസിൽ ചെയ്യാം. അല്ലാതെ നിരന്തരം വികസന പ്രവർത്തനങ്ങളെ എതിർക്കുകയും യോജനക്കുറിപ്പ് കൊടുക്കുക മാത്രമല്ല, നമുക്ക് അനുവദിച്ച് തരുന്ന DPയിൽ വരെ, ജില്ലാ പഞ്ചായത്തിൽ വരെ നമുക്ക് ഇത് അനുവദിച്ച് കൊടുക്കരുത് എന്ന് പറയുന്ന രീതിയിലുള്ള കത്തുകളാണ് നിങ്ങൾക്ക് ഞാൻ 2 ആഴ്ച മുമ്പ് കാണിച്ചത്. ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു വിഷയമായിട്ടില്ല. കാരണം സത്യസന്ധമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഈ നാട്ടിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ട്. അത് ഓരോന്നും ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ 5 വർഷത്തെ ഞങ്ങളുടെ നേട്ടം. UDFന്റെ ബോർഡ് യോഗത്തിലെ ഹാജർ പരിശോധിച്ചാൽ മാത്രം മതി ഇവരുടെ വികസന വിരുദ്ധത അറിയുവാൻ. ബജറ്റ് പ്രസംഗങ്ങൾ പോലും ബഹിഷ്കരിച്ചു. 2020 LDF ഭരണത്തിൽ വന്നപ്പോൾ കോവിഡ് കാലം ആയിരുന്നതിനാൽ നിലമ്പൂരിലെ സ്വകാര്യ ആശുപത്രി ഏറ്റെടുത്ത് കോവിഡ് ആശുപത്രി തുടങ്ങിയപ്പോൾ അതിൽ പോലും അഴിമതി ഉന്നയിച്ചവരാണ് UDF. കോവിഡ് വാക്സിനേഷൻ 100% പൂർത്തീകരിച്ച് സംസ്ഥാനത്തെ ആദ്യ നഗരസഭ എന്ന പദവി നേടുമ്പോൾ LDF കോവിഡ് വ്യാപനത്തിന് കൂട്ടുനിൽക്കുന്നു എന്നായിരുന്നു UDF ആരോപണം. നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെ മഴ പെയ്താൽ റോഡിൽ വെള്ളം കയറുന്ന അവസ്ഥയിലായിരുന്നു. തോടുകളുടെ കയ്യേറ്റം ഒഴിപ്പിച്ച് തോടുകൾ പുനഃസ്ഥാപിച്ചതോടെ ഇതിന് പരിഹാരമായി. അതിനും അഴിമതി ആരോപണമാണ് UDF ഉന്നയിച്ചത്. റോഡിൽ വെള്ളം കയറാത്ത അവസ്ഥ വന്നതോടെ ഈ ഭാഗത്ത് നിരവധി കെട്ടിടങ്ങളും പെട്രോൾ പമ്പും വന്നു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടായി. ചന്തക്കുന്ന് ഗവൺമെന്റ് LP സ്കൂൾ, നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂൾ, മാങ്കുന്ന് സ്കൂൾ, കരിമ്പുഴ സ്കൂൾ എല്ലാം ഇതിന് തെളിവാണ്. മുമ്മുള്ളിയിൽ മാത്രമാണ് ആരോഗ്യ വകുപ്പിന് സബ് സെന്ററുകൾ ഉണ്ടായിരുന്നത്. ഇത് 4 ഉയർന്നു. 4 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ഹരിതസേനയ്ക്ക് ഇന്ന് 75ഓളം അംഗങ്ങളുണ്ട്. എല്ലാ ഡിവിഷനുകളിലും തെരുവ് വിളക്കുകളായി. UDF ഭരണസമിതിയുടെ കാലത്ത് ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച തെരുവ് വിളക്കുകൾ പ്രകാശിക്കാതിരുന്നതിനാൽ നഗരസഭയുടെ പിൻഭാഗത്തായി കൂട്ടിയിട്ടിരിക്കുകയാണ്. ഭിന്നശേഷി സൗഹൃദ നഗരസഭയായി നിലമ്പൂർ നഗരസഭയെ മാറ്റി. വയോജനങ്ങൾക്കായി പകൽ വീടുകൾ നിർമ്മിച്ചു. ഇവിടങ്ങളിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾക്കും പുറമെ വയോജനങ്ങൾക്കായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്തെ നഗരസഭകളിൽ UNESCO നേടിയത് നമ്മുടെ നഗരസഭയാണ്. UDFന് 30 വർഷം നടപ്പാക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ 5 വർഷം കൊണ്ട് നടപ്പാക്കുവാൻ കഴിഞ്ഞതാണ് UDFനെ പ്രതിരോധത്തിലാക്കിയതെന്നും ചെയർമാൻ പറഞ്ഞു. കുഞ്ഞാലിവധം, രാധാവധം എന്നിവയുടെ പിന്നിൽ പ്രവർത്തിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് UDF കുറ്റവിചാരണ നടത്തേണ്ടത്. 5 വർഷമായി നഗരസഭയിലേക്ക് 25 പേരെ പോലും പങ്കെടുപ്പിച്ച് ഒരു സമരം നടത്തുവാൻ പോലും UDFനായില്ല. ഭരണസമിതിയുടെ ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് നിലമ്പൂർ നഗരസഭയിൽ ഇന്ന് കാണുന്ന അഭിമാന നേട്ടങ്ങൾക്ക് കാരണമെന്നും ചെയർമാൻ പറഞ്ഞു. ഭരണ സുതാര്യത ഉറപ്പുവരുത്തുവാൻ സംസ്ഥാനത്ത് ആദ്യമായി CCTV സംവിധാനം ഒരുക്കിയതും നിലമ്പൂർ നഗരസഭയിലാണ്. വാർത്താ സമ്മേളനത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീറും പങ്കെടുത്തു. നഗരസഭയുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് വോട്ട് ബഹിഷ്കരിക്കുന്നു. നിലമ്പൂർ നഗരസഭയിലെ തോണിപ്പോയിൽ 22 ഡിവിഷനിലെ ഗ്രീൻ വാലി പ്രദേശത്തെ കുടുംബാംഗങ്ങളാണ് വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നത്. ഡിവിഷനോട് നഗരസഭാ അധികൃതർ കാണിക്കുന്ന അവഗണനയിലും ഗ്രീൻ വാലി പ്രദേശത്തേക്കുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയിലും പ്രതിഷേധിച്ചാണ് ഗ്രീൻ വാലി പ്രദേശത്തെ കുടുംബങ്ങൾ വോട്ട് ബഹിഷ്കരിക്കുന്നത്. 42 കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്താറില്ല. കഴിഞ്ഞ ദിവസം പുലിക്കുന്നുമ്മൽ ആലിയുടെ വീട്ടിൽ ചേർന്ന പ്രദേശവാസികളുടെ യോഗത്തിലാണ് വോട്ട് ബഹിഷ്കരിക്കുവാൻ തീരുമാനമായത്. യോഗത്തിൽ ഫിറോസ് പുലിക്കുന്നുമേൽ അധ്യക്ഷത വഹിക്കുകയും ഫർഹാൻ പൂവിൽ സ്വാഗതം പറയുകയും റിയാസ് പൂവത്തിക്കുന്നൻ, മെഹബൂബ് റഹ്മാൻ എന്നിവർ സംസാരിക്കുകയും ഷാജി അരിമ്പ്ര നന്ദി പറയുകയും ചെയ്തു. പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ കണ്ടെത്തിയത് രേഖകളില്ലാത്ത നാടൻ തോക്ക്. തിരുമ്പോടയിൽ കരുവാരക്കുണ്ട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കള്ളത്തോക്ക് കണ്ടെടുത്തത്. സംഭവത്തിൽ കൽക്കുണ്ട് സ്വദേശി വടക്കേത്തോടി നൌഷാദ് അലി, മുള്ളറ സ്വദേശി മുമ്മുള്ളി അബ്ദുൽ കരീം എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച രാത്രി കണ്ണത്ത് കൽക്കുണ്ട് റോഡിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് തെളിവില്ലാത്ത തോക്ക് കണ്ടെത്തിയത്. ജീപ്പിലുണ്ടായിരുന്നവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടിയാണ് ജീപ്പ് പരിശോധിച്ചത്. ഇതിൽ നിന്നാണ് തോക്ക് കണ്ടെടുത്തത്. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വി അനീഷിന്റെ നേതൃത്വത്തിൽ SI ശശികുമാറും സംഘവുമാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. യുവാക്കളെ ജീപ്പിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി പിടിയിലായി. പൂങ്ങോട് മടത്തിൽ പറമ്പ് വിഷ്ണു പ്രസാദാണ് കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ വെച്ച് പോലീസിന്റെ പിടിയിലായത്.
അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കാവുങ്ങൽ പുത്തൻപുരയിൽ അഭിലാഷ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അഭിലാഷിനെ റോഡിലൂടെ വലിച്ചിഴച്ചത് കാരണം തലയ്ക്കും കാലിനും പരിക്കുണ്ട്. വാഹനമിടിച്ച സമയത്ത് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് മംഗലപ്പറമ്പ് സിറാജുദ്ദീൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഇരുവരുടെയും ബൈക്കിൽ ഇടിച്ചാണ് പ്രതി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത്. സിറാജുദ്ദീന്റെ ബൈക്ക് 200 മീറ്ററോളം റോഡിലൂടെ നിരക്കി കൊണ്ടുപോവുകയായിരുന്നു. വ്യാഴാഴ്ച രാത്രി 10:30 തച്ചങ്കോട് മരുതങ്ങലിൽ വെച്ചാണ് വിഷ്ണുപ്രസാദ് കാർ യാത്രക്കാരെ തടഞ്ഞുവച്ചത്. ഫാബ്രിക്കേഷൻ ജോലിക്കാരനായ അഭിലാഷും സിറാജുദ്ദീനും ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോഴാണ് സംഭവം. കാർ യാത്രക്കാരെ തടഞ്ഞ വിഷ്ണുപ്രസാദ് മദ്യലഹരിയിലാണെന്ന് മനസ്സിലായതോടെ യുവാക്കൾ യാത്രക്കാരെ സുരക്ഷിതമായി പറഞ്ഞുവിട്ടു. ഇതിന്റെ വിരോധത്തിൽ വിഷ്ണുപ്രസാദ് യുവാക്കളുടെ നേരെ ജീപ്പ് ഓടിച്ചു കയറ്റുകയായിരുന്നു. സിറാജുദ്ദീന്റെ ബൈക്ക് തീപ്പൊരി പാറിച്ചാണ് റോഡിലൂടെ നിരക്കിക്കൊണ്ടുപോയത്. നേരത്തെ ഒട്ടേറെ കേസുകളിൽ വിഷ്ണുപ്രസാദ് പ്രതിയാണെന്നും വധശ്രമത്തിനുൾപ്പെടെ കേസെടുത്തിട്ടുണ്ടെന്നും പോലീസ് ഇൻസ്പെക്ടർ എ ദീപകുമാർ പറഞ്ഞു. മരം മുറിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട യുവാവിന് ദാരുണാന്ത്യം. നടുവത്ത് പുത്തൻകുന്നിൽ എളണക്കൽ വിപിനാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 11:30 നടുവത്ത് അങ്ങാടിയിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിലെ മരം മുറിച്ചു മാറ്റുന്നതിനിടെയാണ് അപകടം. മുറിച്ചു മാറ്റുന്ന മരക്കമ്പ് പൊട്ടി വിപിൻ നിൽക്കുന്ന കമ്പിലേക്ക് വീണ് ഇരു കമ്പുകളും പൊട്ടി വീണായിരുന്നു അപകടം. ഉടൻ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം വണ്ടൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. ചാലിയാർ പഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതായി UDF ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 16 വാർഡുകളുള്ളതിൽ കോൺഗ്രസ് 12 സീറ്റിലും മുസ്ലിം ലീഗ് 4 സീറ്റുകളിലും മത്സരിക്കും. സീറ്റ് വിഭജനം അനായാസമാണ് ഇത്തവണയും നടത്തിയതെന്നും നേതാക്കൾ പറഞ്ഞു. UDF-നകത്ത് അനൈക്യം എന്ന് പറഞ്ഞുള്ള വാർത്തകൾ 2 പ്രാവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങൾ മുന്നണി സംവിധാനത്തിൽ ചർച്ചയ്ക്ക് തുടങ്ങുന്നതിന് മുൻപെയാണ് വാർത്ത. ആ വാർത്തകൾ ചർച്ചകൾക്ക് തുടങ്ങുന്നതിന് മുൻപാണ് വാർത്ത. ആ വാർത്തയെ പൂർണ്ണമായിട്ട് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ നിക്ഷേപിക്കുകയാണ്. അത്തരത്തിലുള്ള അനൈക്യവും ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിൽ സ്വരസുകൾ ഉണ്ടായിട്ടില്ല. ചർച്ചകൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ട് ഏകകണ്ഠമായ തീരുമാനം നിലവിലെ സ്റ്റാറ്റസ് കോ വെച്ച് മത്സരിക്കാനാണ്. ഇതിലും സ്റ്റാറ്റസ് കോ ആണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. ഇടിവണ്ണ ഡിവിഷൻ അവർ മത്സരിക്കുന്നു, 4 സീറ്റുകൾ മത്സരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു വാർത്ത സൃഷ്ടിച്ചത് തെറ്റാണ്. അത് അടിസ്ഥാനരഹിതമാണ്. അത് ഞങ്ങൾ നിഷേധിക്കുന്നു. ഇനി അതല്ല, ആരാണ് നിങ്ങൾക്ക് തന്നത്? അങ്ങനെ ഏതെങ്കിലും നിങ്ങളുമായി സംഭവിച്ചിട്ടുണ്ടോ? ഇതങ്ങനെ പറയാനല്ലോ. പിന്നെ ഞങ്ങൾ അവകാശം ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനുണ്ട്. ചാലിയാറിൽ LDF സീറ്റ് വീഴ നിർത്തിയിട്ടുണ്ടല്ലോ. സംസ്ഥാനത്ത് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ. ഓർക്ക് ചില ഇക്വേഷനുകളൊക്കെ ഉണ്ടല്ലോ. ഓർക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുമോ? ഓർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഓരോ കാര്യങ്ങൾ എവിടെ എത്തി? അതിനെക്കുറിച്ച് ഒരു വാർത്തയും വന്നോ? അപ്പൊ അതല്ല, ഇതിന്റെ പിന്നിൽ, ആ വാർത്തയ്ക്ക് പിന്നിൽ ഞങ്ങൾ കാണുന്നത് UDF-നകത്ത് അനൈക്യമുണ്ട്, മുസ്ലിം ലീഗ് കോൺഗ്രസ് തമ്മിൽ അനൈക്യമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമകരമായ ദൗത്യമാണ് വാർത്ത എന്ന് ഞങ്ങൾ ഈ സമയത്ത് ആരോപിക്കുക. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാലുടൻ UDF മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. ചാലിയാർ പഞ്ചായത്തിൽ ഒരു കാലത്തും സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും തടസ്സം നേരിട്ടിരുന്നില്ല. UDF-ന് അകത്ത് അനൈക്യമെന്ന രീതിയിൽ വരുന്ന വാർത്തകൾ നേതാക്കൾ നിഷേധിച്ചു. ഏകകണ്ഠമായി തന്നെയാണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഹാരിസ് ബാബു, സുരേഷ് തോണിയിൽ, തോണിക്കടവൻ ഷൌക്കത്ത് മുട്ടിയിൽ, ഹസൻ ചെറുചോല, സൽമാൻ കുടിക്കാരൻ എന്നിവർ പങ്കെടുത്തു. ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ സംസ്ഥാനതല കലോത്സവത്തിന് നിലമ്പൂർ മജ്മ ക്യാമ്പസിൽ ഉജ്ജ്വല പരിസമാപ്തി. സ്കൂൾ വിഭാഗത്തിൽ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂൾ പന്താവൂരും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹിദായ എയ്ഡ് ഗ്രീൻ സ്കൂൾ പന്തീരങ്കാവും ജേതാക്കളായി. ജൂനിയർ സീനിയർ ഹയർ സെക്കൻഡറി ആൺ പെൺ വിഭാഗങ്ങളിൽ 123 മത്സര ഇനങ്ങളിൽ നിന്നാണ് സ്കൂളുകളുടെ മുന്നേറ്റം. 28 വേദികളിലായി വ്യത്യസ്ത മത്സരങ്ങൾ അരങ്ങേറിയപ്പോൾ മികച്ച മത്സരങ്ങൾക്കാണ് ആർട്ടോറിയം വേദികൾ സാക്ഷ്യം വഹിച്ചത്. സ്കൂൾ വിഭാഗത്തിൽ മലപ്പുറം മഹദീൻ പബ്ലിക് സ്കൂൾ 2ാം സ്ഥാനവും തൃക്കരിപ്പൂർ മുജമ ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാട്ടൂർ സഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മേൽമുറി മഹദീൻ പബ്ലിക് സ്കൂൾ യഥാക്രമം 2ഉം 3ഉം സ്ഥാനക്കാരായി. ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂൾ പന്താവൂർ 1ാം സ്ഥാനവും മഹദീൻ പബ്ലിക് സ്കൂൾ മേൽമുറി 2ാം സ്ഥാനവും SA വേൾഡ് സ്കൂൾ പറക്കുളം 3ാം സ്ഥാനവും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂൾ പന്താവൂർ മഹദീൻ പബ്ലിക് സ്കൂൾ മേൽമുറി മെംസ് ഇന്റർനാഷണൽ സ്കൂൾ കാരന്തൂർ യഥാക്രമം 1ഉം 2ഉം 3ഉം സ്ഥാനത്തെത്തി. സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂൾ പന്താവൂർ 1ാം സ്ഥാനത്തേക്കും മുജമ സീനിയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തൃക്കരിപ്പൂർ 2ാം സ്ഥാനത്തേക്കും
അൽജിബ്ര ഗ്ലോബൽ സ്കൂൾ കൊപ്പം 3ാം സ്ഥാനത്തേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂൾ പന്താവൂർ, മദീൻ പബ്ലിക് സ്കൂൾ മേൽമുറി, മുജ്മ ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂൾ തൃക്കരിപ്പൂർ എന്നിവരാണ് 1, 2, 3 സ്ഥാനങ്ങൾ നേടിയത്. ഹയർ സെക്കൻഡറി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ദിഹ്ലിസ് വേൾഡ് സ്കൂൾ പുനൂർ, ഹിദായ എയ്സ് ഗ്രീൻ സ്കൂൾ പന്തീരങ്കാവ്, സഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാട്ടൂൽ 1, 2, 3 സ്ഥാനത്തെത്തി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഹിദായ എയ്സ് ഗ്രീൻ സ്കൂൾ പന്തീരങ്കാവ് 1ാം സ്ഥാനത്തും സഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാട്ടൂൽ 2ാം സ്ഥാനത്തും ബോൾ സ്റ്റാർ ഗേൾസ് കോമ്പസ് 3ാം സ്ഥാനത്തും എത്തി. സമാപന സമ്മേളനം IAME സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു. ജേതാക്കൾക്ക് പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, VPM ഇസ്ഹാഖ്, പ്രൊഫസർ UC അബ്ദുൽ മജീദ്, അബ്ദുറഹ്മാൻ ദാരിമി C4th, KP ജമാൽ കറുളായി തുടങ്ങിയവർ ട്രോഫികൾ സമ്മാനിച്ചു. സയ്യിദ് ഹൈദർ അലി തങ്ങൾ, ഉമർ ഒങ്ങലൂർ, PC അബ്ദുറഹ്മാൻ, CM നൌഷാദ്, മഷൂദ് മംഗലാപുരം, മജ്മ സ്കൂൾ പ്രിൻസിപ്പൽ D അബ്ദുൽ ജലീൽ എന്നിവർ സംബന്ധിച്ചു. ഇത്തവണത്തെ നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് ചക്കാലക്കുത്ത് മന്നം സ്മാരക NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. സംസ്കൃതോത്സവത്തിൽ 13ാം തവണയും ഓവറോൾ കിരീടവും, അറബി കലോത്സവത്തിൽ ചരിത്രത്തിലാദ്യമായി 2ാം സ്ഥാനവും സ്കൂൾ കരസ്ഥമാക്കി. സംസ്കൃതോത്സവത്തിൽ എല്ലാ ഇനങ്ങളിലും മത്സരിച്ച് 95-ൽ 95 പോയിന്റ് നേടി ഓവറോൾ കിരീടം നേടിയിരിക്കുകയാണിവർ. സംസ്കൃതം ഗാനാലാപനത്തിലും അഷ്ടപതിയിലും തുടർച്ചയായി 3ാം വർഷവും ജില്ലയിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് അഭിഷേക് P. വർഷങ്ങളായി വന്ദേമാതരവും ചക്കാലക്കുത്ത് NSS സ്കൂളിന്റെ കയ്യിൽ തന്നെ. യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച കലാരൂപമായ കൂടിയാട്ടത്തിലും ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഉപജില്ലാ മത്സരത്തിൽ പങ്കെടുത്ത 19 ഇനങ്ങളിൽ 10ഓളം ഇനങ്ങളുമായി വണ്ടൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുവാൻ ഒരുങ്ങുകയാണ് ഇവർ. ചരിത്രത്തിൽ ആദ്യമായി അറബി കലോത്സവത്തിൽ 2ാം സ്ഥാനം നേടുവാനും ചക്കാലക്കുത്ത് മന്നം സ്മാരക NSS സ്കൂളിന് കഴിഞ്ഞു. 1 പോയിന്റ് വ്യത്യാസത്തിലാണ് 1ാം സ്ഥാനം നഷ്ടമായത്. ജില്ലാതലത്തിൽ ജനറൽ വിഭാഗത്തിലും വിവിധ മത്സരങ്ങളിലായി 100ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ശക്തമായ പിന്തുണയും കുട്ടികൾക്കുണ്ട്. സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം ചേർന്ന അസംബ്ലിയിൽ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. തുടർന്ന് ടൗണിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും നടത്തി. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ എടവണ്ണ റേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ പ്രാഥമിക ദ്രുതകർമ്മസേനയ്ക്ക് ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം നിലമ്പൂർ നോർത്ത് ഡിവിഷൻ DFO P ധനേഷ് കുമാർ നിർവഹിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം അടുത്ത കാലത്ത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അതിന് പരിഹാരം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി മമ്പാട, ചാലിയാർ, ഊർങ്ങാട്ടിരി പഞ്ചായത്തുകളിലെ സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച PRT അംഗങ്ങൾക്കുള്ള പരിശീലന ക്യാമ്പാണ് നടന്നത്. എടവണ്ണ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P സലീം അധ്യക്ഷത വഹിച്ചു. മിഷൻ ഫെൻസിംഗ് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ P സമീർ ACF ക്യാമ്പിന് നേതൃത്വം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.